ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഒരു പഴമയുടെ ഹലോ ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും സൈക്കോ സുഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഒരു ചെടിയാണ്. അത് ഒരു കാട്ടുചെടിയാണ്. പഴയ കാലത്തെ ഉള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയകാല ചെടിയാണ് കൃഷ്ണകിരീടം അല്ലെങ്കിൽ ഹനുമാൻ കിരീടം എന്നറിയപ്പെടുന്ന ഈ കൃഷ്ണകിരീടമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗൈസ്, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നിങ്ങൾ കണ്ടുവരുന്ന ഒരിനം ചെടിയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണകിരീടം. ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ക്ലെറോഡെൻഡ്രം പാനിക്കുലാറ്റം എന്ന് ആണ് കേട്ടോ. ഹനുമാൻ കിരീടം, പെരു, കൃഷ്ണമുടി, ആറുമാസച്ചെടി, കാവടിപ്പൂവ്, പെഗോഡ എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന ഒരു ചെടി കൂടെയാണ് നമ്മുടെ ഈ കൃഷ്ണകിരീടം. നമ്മുടെ തണലുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ചെടി നല്ല രീതിയിൽ തഴച്ചു വളരും കേട്ടോ. ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നു. വലിപ്പമുള്ള ഇലകൾ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ പൂക്കൾ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാനും ഓണത്തിന് പൂക്കളം ഒരുക്കാനും ഉപയോഗിക്കാറുണ്ട്. പണ്ടൊക്കെ പല തറവാട് വീടുകളിലും കൃഷ്ണകിരീടം എന്ന് പറയുന്ന ഈ ചെടി നട്ടു വളർത്താറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരും ഈ ചെടി നട്ടു വളർത്തുന്നില്ല. ഈ ചെടിയുടെ പൂക്കളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിരവധി ശലഭങ്ങളെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഈ ചെടിക്കുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പുതിയ ചെടി ഉണ്ടാക്കുന്നതിനായി ഇതിൻ്റെ ഒരു കമ്പ് നട്ടാൽ മതി, അത് നല്ല രീതിയിൽ തഴച്ച് വളരും. നിങ്ങൾ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവിടെ ശലഭോദ്യാനം എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് അവർ നട്ടുവളർത്തിയിരിക്കുന്നത് ചെടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൂക്കളെന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണകിരീടമാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശലഭങ്ങളെ ആകർഷിക്കാനുള്ളൊരു കഴിവുള്ളത് കൊണ്ട് തന്നെ ശലഭങ്ങൾ ഏറ്റവും കൂടുതലായി അവിടെ വരും എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമായിരിക്കും അവർ ആ ചെടി നട്ടു വളർത്തുന്നത് കേട്ടോ. നമ്മളത് നേരത്തെ കണ്ടതാണ്, മുൻപ് നമ്മളത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഈ പൂക്കൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതെ അതെ, എന്നാൽ ഞാൻ പണ്ട് കാലങ്ങളിലുള്ള ഒരുപാട് ചെടികൾ അത് നമ്മുടെ ശലഭങ്ങളെ ആകർഷിക്കുന്നതിൻ്റെ ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൃഷ്ണകിരീടം കേട്ടോ. കൃഷ്ണകിരീടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോഴേ നമ്മുടെ സാധാരണ രീതിയിലുള്ള പൂക്കളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിന് നമ്മുടെ അതിൻ്റെ വലിപ്പം കൂടുതൽ എന്നുള്ള രീതിയിൽ ശലഭങ്ങൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വരും. അതിൻ്റെ ഒരു ഭംഗി. അതെ അതെ. ഇവിടെ മലേഷ്യയിലുള്ളവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് ആത്മാക്കളെ തിരിച്ചു കൊണ്ടുവരാൻ ഈ ചെടി കൊണ്ട് സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. കൃഷ്ണകിരീടം ചെടിയുടെ ഇല കീടനാശിനിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഈച്ചകൾ വരാതിരിക്കാനും ഈ ചെടി ഉപകരിക്കും കേട്ടോ. തീപ്പൊള്ളലേറ്റ പാടുകൾ മാറുന്നതിനായി ഇതിന്റെ വേര് വേപ്പെണ്ണയിൽ കാച്ചി എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതിന്റെ പൂവ് വെളിച്ചെണ്ണയിലാണ് കാച്ചി എടുക്കുന്നത് എങ്കിൽ നമുക്ക് മുറിവുകളിൽ കൂടി തേച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 400 ഗ്രാം വേപ്പെണ്ണയിൽ 100 ഗ്രാം പൂവ് കൊണ്ട് നമുക്ക് കാച്ചി എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് തീപ്പൊള്ളലേറ്റ ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതുകൂടാതെ വെള്ളം തിളപ്പിച്ച് കൃഷ്ണകിരീടം ഇലകൾ അതിലിട്ട് നമ്മുടെ വേവിച്ചിട്ടിട്ട് തണുപ്പിക്കുന്നതിന് ശേഷമുള്ള അത് തലമുടിയിൽ താളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ പൂവിൻ്റെ പൂങ്കുലകൾക്ക് കിരീടത്തിൻ്റെ ആകൃതി ആയത് കൊണ്ടാണ് ഈ ചെടിയെ കൃഷ്ണകിരീടം എന്ന് വിളിക്കുന്നത്. ചില വൈറസുകൾക്കെതിരെ പ്രവർത്തിക്കാനും ഇതിലെ ചില ഘടകങ്ങൾക്ക് കഴിയും. അതുകൂടാതെ പനി, നീര്, കിഡ്നി രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കും പണ്ട് മുതൽക്കേ നമ്മുടെ കൃഷ്ണകിരീടം ഉപയോഗിച്ച് വരാറുള്ളതാണ് കേട്ടോ. നമ്മുടെ കൃഷ്ണകിരീടം പൂത്ത് തുടങ്ങിയാലേ അത് പൂത്ത് ഫുള്ളായിട്ടൊന്ന് വിരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 6 മാസത്തോളം പിടിക്കുമെന്നാണ് അതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അതുകൂടാതെ ബുദ്ധക്ഷേത്രങ്ങളുടെ രൂപമുള്ളതിനാൽ ബുദ്ധ കേന്ദ്രങ്ങൾ ഇതിനെ പഗോഡ എന്നും വിളിക്കുന്നു. മറുനാടൻ പൂക്കളുടെ തള്ളിക്കയറ്റത്തിൽ വിസ്മൃതിയിൽ ആണ്ടുപോയ നാടൻ ചെടികളിൽ ഒന്നാണ് നമ്മുടെ ഈ കൃഷ്ണകിരീടം. അതെ, കൃഷ്ണകിരീടം അങ്ങനെയാണ് നമ്മുടെ ഇവിടെ നിന്നും അങ്ങ് അകന്നു പോകുന്നതല്ലേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും നല്ല സൗന്ദര്യമുള്ള നമ്മുടെ നാടൻ ചെടിയായ കൃഷ്ണകിരീടത്തെ എല്ലാവരും മറക്കുന്നത് നമ്മുടെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ചേക്കേറിയ കുറേ ചെടികളുടെ കടന്നുകയറ്റത്തിലാണ്.
ഞാൻ മുൻപ് പറഞ്ഞല്ലോ ഇതിൻ്റെ കമ്പ് വെട്ടിയിട്ടാണെങ്കിൽ നമുക്കൊരു പുതിയൊരു ചെടി മുളപ്പിച്ചെടുക്കാമെന്ന്. എന്നാൽ കമ്പ് മാത്രമല്ല, നമ്മുടെ ഇതിൻ്റെ വേരിൽ നിന്നും പുതിയ ചെടികൾ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ചില താഴ്വാരങ്ങളിലൊക്കെ ഈ ചെടി ഉണ്ടെങ്കിലേ അവിടെ നല്ല രീതിയിൽ കാട് പിടിക്കും കണക്ക് ഒരുപാട് വർധനവ് ഒരുപാടുണ്ടാകുന്നത്. അത് പൂക്കളും ഒരുപാടുണ്ടാവുന്നതും ആ ഏരിയ മൊത്തത്തിൽ നമ്മുടെ കൃഷ്ണകിരീടം നിറയുന്നത്. നമ്മുടെ ഈ കില്ലാടി കൃഷ്ണകിരീടത്തെ നമുക്ക് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാൻ കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ കൃഷ്ണകിരീടത്തിൻ്റെ ഇല അരച്ച് ത്വക്ക് രോഗങ്ങൾക്കുള്ളവർക്ക് പുരട്ടുന്നത് നല്ലതാണ്. കൂടാതെ ഇതിൻ്റെ ഇലയും പുല്ലാനി ഇലയും സമമിട്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ കുട്ടികളിലെ കരമ്പൻ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടല്ലോ, അത് മാറും. പിന്നെ വയറ് വീർപ്പ്, മലബന്ധം ഇവ മാറാൻ ഇതിൻ്റെ ഇല അരച്ച് വയറ്റിൽ പുരട്ടുന്നത് നല്ലതാണ്. ഇതിൻ്റെ ഇല ഉപ്പ് കൂടി ചേർത്ത് അരച്ചിട്ടാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനും നല്ലതാണ്. പണ്ടൊക്കെ ചിങ്ങം പിറക്കുമ്പോൾ തന്നെ തൊടികൾ സമൃദ്ധമായി കാണപ്പെട്ടിരുന്ന പൂവായിരുന്നു നമ്മുടെ കൃഷ്ണകിരീടം. ഇപ്പോഴും വളരെ കുറവാണ്. നമ്മുടെ ഈ കൃഷ്ണകിരീടം വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതെ, എന്ന് പറഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ ചെടിയെ അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ സ്വത്താണ്. അപ്പോൾ നമുക്ക് ഇതിനെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വരും തലമുറയ്ക്ക് നമുക്കിതിനെ ഒരു സമ്പാദ്യമായി നമുക്ക് കൊടുക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്നുകൂടെ ആയതുകൊണ്ട്. ഓക്കെ, കൃഷ്ണകിരീടത്തെ കുറിച്ച് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ അപൂർവമായിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കൃഷ്ണകിരീടം കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്കൂടി ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ കൃഷ്ണകിരീടമാണെന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.